ഇറാൻ്റെ പരമോന്നത നേതാവ് സയനിസ്റ്റ് ആക്രമണത്തിൽ ഷഹീദായ കൊല്ലപ്പെട്ട ആയത്തുള്ള ഖാംനെയിയുടെ ഖബറടക്ക ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുമ്പോൾ ആത്മീയതയുടെയും വിശുദ്ധ ഖുർആൻ്റെയും വിവിധ സൂക്തങ്ങൾ സമന്വയിപ്പിച്ച് വളരെ മനോഹരമാക്കിയ ചില മറുപടികളാണ് ഇപ്പോൾ ചർച്ചയിൽ അവശേഷിക്കുന്നത്. മരണാനന്തരമുള്ള ആ ഖബറടക്ക ചടങ്ങിൽ ഒരാളാണ് ഖുർആൻ പാരായണം ചെയ്തത്. ഞാൻ മറ്റൊരു വിൻഡോയിലിട്ട വീഡിയോയിൽ സൗദി അറേബ്യയ്ക്കുള്ള മറുപടി എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനതിൽ വിചാരിച്ചത് സൗദി അറേബ്യയോട് മറുപടി പറയാൻ വേണ്ടി മാത്രമായി അത് പാരായണം ചെയ്തതല്ല എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ തുടർച്ചയായി അലക്ഷ്യമായി ഓതിക്കൊണ്ടിരുന്ന, അലക്ഷ്യം എന്ന് പറഞ്ഞാൽ സവിശേഷമായ എന്തെങ്കിലും പ്രത്യേക സന്ദേശമില്ലാതെ നമ്മുടെയൊക്കെ ഈ നാടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ചെയ്തതല്ല, മറിച്ച് കൃത്യമായി അതറിയാവുന്ന ഒരാൾ വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നതിനും രാജ്യങ്ങൾക്ക് നൽകുന്നതിനും വേണ്ടിയാണ് എന്ന് അതിൻ്റെ വിശദമായ പരിശോധനയിൽ എനിക്ക് തോന്നി. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മറ്റൊരു വിൻഡോയിലായതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സൗദിയുടെ പ്രതിനിധി സംഘം ആ ചടങ്ങിന് സാക്ഷിയായി എത്തിയപ്പോൾ ആലി ഇമ്രാനിലെ 13ാമത്തെ സൂക്തം ബദർ യുദ്ധത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് അപ്പോൾ പാരായണം ചെയ്തത്. ബദർ യുദ്ധം നമുക്കറിയാം, ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും ഒരു ചെറിയ കൂട്ടവും ആൾബലവും ആയുധവും എല്ലാ ശേഷിയുമുള്ള മറുവശത്ത് വേറൊരു കൂട്ടവും, ഒടിഞ്ഞ വാളുകൾ പക്ഷേ ജ്വലിക്കുന്ന പ്രാർത്ഥന, ഹൃദയത്തിൽ ആഴത്തിലുറച്ച വിശ്വാസം, സമർപ്പിക്കാനുള്ള സമ്പൂർണ്ണ മനത്ത്. അവിടെ ആകെ വിജയം ഈ വിശ്വാസം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ഒരു ചോദ്യത്തിന് മാത്രമാണെന്ന് പറഞ്ഞ് സമർപ്പിതമായി അതിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്ന ആ സന്ദർഭത്തിലും കണ്ണീരണിഞ്ഞണിഞ്ഞണിഞ്ഞണിഞ്ഞ് ഏങ്ങലടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ്റെ ചിത്രം ആ ബദറിൻ്റെ നേർചിത്രമാണ്. ആ യുദ്ധത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. അവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് സത്യത്തിൻ്റെ കൂടെയാണോ, ധർമ്മത്തിൻ്റെ കൂടെയാണോ, നീതിയുടെ കൂടെയാണോ എന്നൊരു ഓർമ്മപ്പെടുത്തൽ സൗദി അറേബ്യയ്ക്ക് ഈ പാരായണത്തിലൂടെ നൽകാൻ ശ്രമിച്ചു എന്നാണ് പിന്നീട് നടന്ന ചർച്ച. എന്ന് പറഞ്ഞാൽ ഇറാൻ്റേത് ഒരു ചെറിയ സംഘമായിരുന്നു, ആയുധങ്ങളൊന്നും ഈ എതിർക്കുന്നവരോട് കിടപിടിക്കത്തക്കതായിരുന്നില്ല, പക്ഷേ തങ്ങൾ നിലകൊണ്ടത് ധർമ്മത്തിനും നീതിക്കും വേണ്ടിയാണെന്ന കൃത്യമായ സന്ദേശം. രണ്ടാമത് ഹമാസുകാരെത്തിയപ്പോൾ ഫലസ്തീനിൽ നിന്ന് അപ്പോഴോതിയ സൂറത്ത് അൽ അഹ്സാബിലെ വചനങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വസ്തരായ പോരാളികളെ പ്രകീർത്തിക്കുന്ന ഒരു ഭാഗമാണത്. അവിടെ ഹമാസിൻ്റെ പോരാട്ടങ്ങളും അവരെ ത്യാഗങ്ങളും ഇറാൻ ജനത അല്ലെങ്കിൽ വിശ്വാസ സമൂഹം എത്രത്തോളം അതിനെ വിലമതിക്കണം, എത്രത്തോളം അതിനെ അംഗീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവർ അവരെല്ലാ തരത്തിലുള്ള പിന്തുണ അർഹിക്കുന്നവരാണെന്നും എന്ത് പരീക്ഷണങ്ങൾ നേരിട്ടാലും അവരോടൊപ്പമാണ് ഈ സമൂഹത്തിലെ സത്യവിശ്വാസികൾ, ശരിയായ വിശ്വാസികൾ, നല്ല മനുഷ്യർ, ധാർമ്മിക മൂല്യങ്ങളുള്ള മനുഷ്യർ നിൽക്കേണ്ടത് എന്ന സന്ദേശമാണ് അവിടെ പാരായണം ചെയ്ത ആ സൂക്തങ്ങളിലൂടെ പാരായണം ചെയ്തത്. മൂന്നാമത്തേത് ഹിസ്ബുള്ള ലെബനൻ ഗ്രൂപ്പ് വന്നപ്പോഴാണ്. അപ്പോൾ ഓതിയത് സൂറത്തുൽ മാഇദയിലെ 56ാം സൂക്തമാണ്. അതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ പക്ഷത്തുള്ളവർ തന്നെയാണ് അന്തിമ വിജയം നേടുക എന്നതാണ് അതിലെ പരാമർശ വിഷയം. അതായത് ഹിസ്ബുള്ളയ്ക്ക് വലിയ തിരിച്ചടി ഈ അടുത്ത സമയത്ത് ആക്രമണങ്ങളിൽ നേരിട്ടിരുന്നു. ആ നേരിട്ടതിൽ നിങ്ങൾ തളരേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെയാണ് അന്തിമമായി വിജയമുണ്ടാവുക, കാരണം നിങ്ങൾ ഈ പറഞ്ഞ നാഥൻ്റെ പക്ഷത്താണ് നിലകൊള്ളുന്നത് എന്ന സന്ദേശമാണ് അവിടെ ഓതിയത്. യമൻ അതുപോലെ തന്നെ ഒമാൻ അവരൊക്കെ വന്നപ്പോൾ ഓതിയ സൂക്തം സൂറത്തുൽ ഫതഹിലെ 29ാമത്തെ സൂക്തമാണ്. പ്രവാചകനൊപ്പമുള്ളവർ ശത്രുക്കൾക്ക് നേരെ കടുത്തവരും അവർക്കിടയിൽ കാരുണ്യമുള്ളവരുമാണെന്ന വചനം. എന്നുവെച്ചാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനോടുള്ള ഇറാനോടൊപ്പം നിൽക്കുന്ന ഹൂത്തികളുടെ ദൃഢതയും വിശ്വാസ്യതയും, അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ വളരെ മാന്യമായ മധ്യസ്ഥൻ്റെ റോളെടുത്ത ഒമാനോടുള്ള സ്നേഹവും ആദരവും ഇഷ്ടവുമൊക്കെയാണ് ആ പാരായണങ്ങളിലൂടെ പങ്കുവച്ചത്. അതും വളരെ അർത്ഥപൂർണമായിരുന്നു എന്നാണ് ലോകസമൂഹം ചർച്ച ചെയ്യുന്നത്. തുർക്കിക്കാർക്ക് വന്നപ്പോൾ ഓതിയ സൂക്തമാണ്, പാരായണം ചെയ്ത സൂക്തമാണ് വളരെ പ്രസക്തം. സൂറത്തുൻ നിസായിലെ 95ാം സൂക്തമാണ്. അതിലെ സന്ദേശം ഇത്രമാത്രമാണ്: വെറുതെ മാറി നിൽക്കുന്നവരെക്കാൾ സ്വന്തം സമ്പത്തും ജീവനും നൽകി പോരാടുന്നവർക്ക് അള്ളാഹു വലിയ പദവി നൽകിയിട്ടുണ്ട് എന്ന വചനം. എന്നുവെച്ചാൽ തുർക്കി കഴിഞ്ഞ കുറേ കാലമായി അഭ്യാസങ്ങൾ മാത്രമാണുള്ളത്. പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾക്കും ഫലസ്തീൻ അക്രമത്തിലുമൊക്കെ ഇടയ്ക്കിടെ എന്തൊക്കെയോ വെടിപൊട്ടിക്കുന്നതല്ലാതെ
അതിൽ നിന്ന് മാറി ഒഴിഞ്ഞു നിന്ന് പ്രാദേശിക കാരണങ്ങൾ പറഞ്ഞ് പങ്കെടുക്കാതെ നിൽക്കുന്ന കാപഢ്യത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു ഖുർആനിലെ ആ വചനം ഓതിയത് എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻകാരെത്തിയപ്പോൾ സൂറത്ത് ഇസ്രായിലെ 80-ാമത്തെ സൂക്തം അതിലെ നൽകുന്ന സന്ദേശം, എനിക്ക് മാന്യമായ ഒരു പ്രവേശനവും മാന്യമായ ഒരു പുറത്തുപോക്ക് നൽകണമേ, അങ്ങയുടെ പക്കൽ നിന്നുള്ള ഒരു സഹായ അധികാരം എനിക്ക് നൽകണമേ എന്ന് വെച്ചാൽ, ഈ യുദ്ധമുണ്ടായ സമയത്ത് നയതന്ത്ര ബന്ധങ്ങളിലും സമാധാന ചർച്ചകളിലും ഒക്കെ ഉറച്ച ഒരു മാർഗദർശിയായി ഒരു മധ്യസ്ഥനായി പ്രവർത്തിച്ച പാകിസ്ഥാൻ വന്നപ്പോൾ അത് ഓതിയത് ഈ പറയുന്ന ഒരു മധ്യസ്ഥതയുടെ അല്ലെങ്കിൽ ചേർത്തുവെക്കലിൻ്റെ ഒരു മാന്യമായ ഒത്തുതീർപ്പിന് അവർ നടത്തിയ ശ്രമങ്ങളുടെ ഓർമ്മപ്പെടുത്തലെന്നാണ് പറയുന്നത്. ഇന്ത്യ എത്തിയപ്പോൾ ഓതിയത് സൂറത്ത് ആലി ഇമ്രാനിലെ 173-ാമത്തെ സൂക്തമാണ്. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒന്നിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയും ഞങ്ങൾക്ക് അള്ളാഹു മാത്രം മതി എന്ന് പറയുകയും ചെയ്യുന്നവരെക്കുറിച്ചുള്ള വചനം. അതിൽ പറഞ്ഞൊരു 2 സന്ദേശങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ നിന്നു എന്ന് സൂചിപ്പിക്കുന്നതാണെന്നും, എന്നാൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന അവരോടുള്ള ആ വിയോജിപ്പും അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ഉറച്ച്, വേറൊരു രാജ്യത്തിൽ വിശ്വസിച്ചല്ല, ദൈവത്തിൽ ഉറച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾ അത്രമേൽ ഞങ്ങളോട് വിശ്വാസ്യത പുലർത്തിയില്ല എന്നുമാണ് ആ സൂക്തത്തിൻ്റെ അർത്ഥത്തിലൂടെ ഇന്ത്യക്ക് നൽകുന്ന സന്ദേശമെന്നാണ് ഇത് വിശകലനം ചെയ്യുന്നവർ പറയുന്നത്. റഷ്യയ്ക്കും ചൈനയ്ക്കും അവരുടെ പ്രതിനിധി സംഘം സന്ദർശിക്കാനെത്തിയപ്പോൾ അവിടെ യുദ്ധപരമായ ഒരു സൂക്തങ്ങളുമല്ല ഓതിയത്, മറിച്ച് പരലോകത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും നീതിമാന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ വിജയം അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്നും ഇത് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനത്തിനുള്ള ശുഭപ്രതീക്ഷയാണെന്നും ശാന്തമായ വചനങ്ങളാണ് പറഞ്ഞത്. തങ്ങളുടെ സഖ്യകക്ഷികളായിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ ശാന്തത കൈവരിക്കാൻ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങണം എന്ന് പറയുന്ന സന്ദേശമാണ് അവിടെ പങ്കുവച്ചത്. ചുരുക്കത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ വരുമ്പോൾ എന്താണ് പാരായണം ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് അതിനെ വിശുദ്ധ ഖുർആനിൽ ഇതിനെല്ലാമുള്ള സന്ദേശമുണ്ടെന്ന് ലോകത്തെ അറിയിക്കുകയും അതത് രാജ്യങ്ങളോടുള്ള നിലപാടുകളും അവരെ ഓർമ്മപ്പെടുത്തുന്നതും എന്താണെന്നും വളരെ ഭംഗ്യന്തരേണയാണ് അവിടെ ഓതി വെച്ചത്. ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് ഇങ്ങനെ പാരായണം ചെയ്ത് പോരുമ്പോൾ അവിടെ സൗദിക്കാരെത്തിയപ്പോൾ അത് കേൾക്കേണ്ടി വന്നു എന്ന അതല്ല, മറിച്ച് ഓരോ രാജ്യത്തിനും വളരെ പ്ലാൻഡായിട്ടാണ് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തത്.